വന്നിട്ട് എന്തോ കംപ്ലൈൻ്റ് ആട്ടാ. നമ്മൾ ഇതിലാണ് നമുക്ക് പിൻകോഡ് അടിക്കേണ്ടത്. പിൻകോഡ് അടിച്ച് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് ഇവരിവിടെ റിപ്പയറിങ്ങിന് വന്നിട്ട് കണ്ടില്ലേ, ഈ വണ്ടി ഇവർ റിപ്പയറിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫോൺ മേടിച്ച് പിൻകോഡ് അവിടേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് തുറക്കണ്ട. Goedemorgen. Hey, ik heb hier een vrachtwagen van het verkeer. Ik heb alleen maar een pincode ontvangen. കാണുന്ന ബിൽഡിങ്ങിലാണ് അവരുടെ മെയിൻ ഓഫീസ് വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെയാണ് പോകേണ്ടത്. ഇവിടെ ഡ്രൈവേഴ്സ് ഡെസ്ക് ഇവിടെ എ ഉണ്ട്, അപ്പുറത്ത് ബി വരുന്നുണ്ട്, അങ്ങനെ സി ഡി ഒക്കെ അപ്പുറത്ത് സൈഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ എയിലാണ് പോകേണ്ടത്. അങ്ങനെ നമുക്ക് ലോഡ് കയറ്റാനുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റാമ്പ് നമ്പർ 4ലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വന്നിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5-6 അൺലോഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ലോഡ് കയറ്റുന്ന ഓർഡർ ഡിഫറൻ്റ് ആണ് കേട്ടോ. നമുക്ക് അൺലോഡ് ചെയ്യാനുള്ള ഓർഡറിലല്ല ഇവർ ലോഡ് കയറ്റുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് കയറ്റാനായിട്ട് അകത്തോട്ട് കയറാനും പറ്റില്ല കേട്ടോ. ഇവിടെ അലൗഡല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ടാസ്ക് ആയിരിക്കും. 5 നമുക്ക് ഇവിടെയാണ് വരുന്നത്. ദൈവമായിട്ട് അടുത്ത് ഇതിൻ്റെ അപ്പുറത്ത് ഈ ഗ്യാപ്പിലാണ് കേട്ടോ നമുക്ക് ഇടേണ്ടത്. അവിടെയാണ് 4 വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ലോഡിങ് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇതാണ് നമുക്കുള്ള ലോഡ് കേട്ടോ. സംഭവം കാണുമ്പോൾ നിസ്സാരമാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, ഏസർ ലാപ്ടോപ്പുകളാണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺസാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇന്നത്തെ ലോഡ്. നമുക്ക് പോയിട്ട് പേപ്പർ മേടിക്കാം. അപ്പോൾ നമ്മുടെ ലോഡിങ് കഴിഞ്ഞ് പേപ്പർ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഹൈ എക്സ്പെൻസീവ് ഗുഡ്സാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടുന്ന് കൂടെ കയറ്റിയത് അടക്കം ഇന്നത്തെ അടക്കം ടോട്ടൽ 5 ലക്ഷം യൂറോയുടെ വാല്യൂ ആണ് കേട്ടോ ഈ ഗുഡ്സ് വരുന്നത്. നാട്ടിലത്തെ 5.5 കോടിയുടെ അടുത്തായി. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വഴിയിൽ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ സെക്യൂരിറ്റി എത്തുന്നതാണ് കേട്ടോ.